ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് നല്ല കിടിലൻ രുചിയിൽ ഒരു മുട്ടച്ചീര തോരൻ്റെ റെസിപ്പി കാണാം. ഇത് വളരെയധികം സിമ്പിളാണ്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ പിടിച്ച ചീരയാണ്, അതുകൊണ്ട് തന്നെ ഈ ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചീര ഇത് നമുക്ക് കുറച്ചേ ഉള്ളൂ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് നല്ലതുപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീര ഇവിടെ കുറവായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് വളരെ 2 സെക്കൻഡ് പോലും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും പച്ചമുളകും നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ചിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വരട്ടെ. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വറ്റൽമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വരട്ടെ. ഈ ഒരു തോരന് കുറച്ച് എരിവ് പിന്നിട്ട് നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചീര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ചീര കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇലക്കറികൾ വേവിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചീര കുറവായതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതൊരു 2 സെക്കൻഡ് സമയത്തേക്ക് ഇതൊന്ന് ചീരയൊന്ന് വാടി വെന്ത് വരുന്നതിനായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചീരയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും. 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചീര നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. 2 മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചീരയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ അളവും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് അരപ്പ് വേണമെങ്കിൽ നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് നെവിടിയിട്ട് അരപ്പായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. മുട്ടയും ചീരയും മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് ഒരു നുള്ള് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ മുട്ടയുടെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറിക്കിട്ടുന്നതായിരിക്കും. തേങ്ങ മാത്രമായിട്ട് വേണമെങ്കിലും ഒരു പിടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് സമയത്തിൽ തയ്യാറാക്കിയെടുത്ത ഒരു മുട്ടച്ചീര തോരൻ്റെ റെസിപ്പിയാണ്. ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.